പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ സോമൻ കടലൂർ. പുതിയ കവിതയെ സംബന്ധിച്ച് വളരെ ചെറിയ ചില ആലോചനകളാണ് ഞാനിവിടെ നടത്തുന്നത്. പ്രമേയപരവും ഭാഷാപരവും മാത്രമല്ല, കവിത എന്ന നിലയിലുള്ള ഈ അനുഭവരാശി ഒന്നാകെ പുതുകവിതയിൽ പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യാനുഭവത്തെ സംബന്ധിച്ച് ആധുനികത മുന്നോട്ട് വെച്ച സകല സങ്കല്പങ്ങളെയും കുടഞ്ഞെറിയാനുള്ള ഒരുതരം സ്വാതന്ത്ര്യ പ്രവർത്തനമാണ് സത്യത്തിൽ പുതുകവിതയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. സാർവലൗകിക യുക്തി കൊണ്ട് മനുഷ്യനെയും അവൻ്റെ അനുഭവങ്ങളെയും പകർത്താൻ ശ്രമിച്ചപ്പോൾ ചോർന്നു പോയതെന്തോ ആ അനുഭവ വൈവിധ്യങ്ങളെയാണ് പുതിയ കവിത ഇന്ന് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അരികുകളിലും മൂലകളിലും ഇരുട്ടിടങ്ങളിലും മാളങ്ങളിലും ചാളകളിലും അടുപ്പിൻ തിണ്ണകളിലും പിന്നാമ്പുറങ്ങളിലും നിശബ്ദമായി ജീവിച്ച അധികാരസ്ഥലിയിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട കുഞ്ഞു മനുഷ്യരുടെ വലിയ സ്വപ്നങ്ങൾ, വലിയ ലോകാനുഭവങ്ങൾ, വലിയ അനുഭവ ലോകങ്ങളാണ് സത്യത്തിൽ ഇവിടെ പിടഞ്ഞുണരുന്നത്. ഈ അനുഭവങ്ങളുടെ ബഹുലതകൾക്കിടയിലെ രാഷ്ട്രീയവും സൗന്ദര്യശാസ്ത്ര സമരവും മുമ്പ് കവിതയിൽ കാണാത്ത, അല്ലെങ്കിൽ മറ്റൊരിടത്തും കാണാത്ത ഒന്നാണ്. ലളിതവും സൂക്ഷ്മവും സുതാര്യവുമായ ആഖ്യാനങ്ങളിലൂടെ പുതിയ കവിത ആർജിച്ച വിനിമയശേഷിയും കരുത്തും ചില്ലറയല്ല. മാനകീകരിക്കപ്പെട്ടതോ വരേണ്യ ധിക്കാരം നിറഞ്ഞതോ ആയ ഭാഷാ പരിചരണത്തെ തിരസ്കരിച്ച് മണ്ണിൻ്റെയും മാതൃഭാഷയുടെയും ജൈവികതയിലേക്ക് അപാര രാഷ്ട്രീയ ബോധത്തോടെ പുതിയ കവിത സഞ്ചരിക്കാൻ തുടങ്ങി. പുതുകവിതയുടെ ഈ വഴിമാറി നടത്തത്തെ കവികൾ സ്വന്തം കവിതകളിലൂടെ വ്യാപകമായി അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട്. യാഥാർത്ഥ്യത്തിൻ്റെ അഗാധവും സൂക്ഷ്മവുമായ വെളിപ്പെടലാണ് വാസ്തവത്തിൽ കവിത. E.H. ചാപ്പിൻ കവിതയെ സംബന്ധിച്ച് മുന്നോട്ട് വെച്ച നിർവചനം ഈ സത്യത്തെ സാധൂകരിക്കുന്ന ഒന്നാണ്. പോയട്രി ഈസ് ദ അട്ടറൻസ് ഓഫ് ഡീപ്പ് ആൻഡ് ഹേർട്ട്ഫുൾ ട്രൂത്ത്. ദ ട്രൂത്ത് പോയറ്റ് ഈസ് വെരി നിയർ ദ ഒറാക്കിൾ. ആഴമുള്ളതും ഹൃദയസ്പർശിയുമായ അനുഭവാവിഷ്കാരമാണ് സത്യത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കവിത. യാഥാർത്ഥ്യം പറയുന്ന വെളിച്ചപ്പാടാണ് യഥാർത്ഥ കവി എന്ന് അദ്ദേഹം പറയുന്നു. പുതുകവിതയിൽ ഈ യാഥാർത്ഥ്യത്തിൻ്റെ സവിശേഷമായ അല്ലെങ്കിൽ സക്രിയമായ അടയാളപ്പെടുത്തലുകൾ അതീവ സൂക്ഷ്മമായാണ് സംഭവിക്കുന്നത്. തനിക്ക് ഏറ്റവും പരിചിതമായ രൂപങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അനുഭവ പരിസരങ്ങളിലൂടെയുമാണ് കവിതയെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം കവി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പുതിയ കവിതയുടെ വളരെ പ്രധാന രൂപപരമായും ഉള്ളടക്കപരമായും ഈ കവിത ആധുനികതയുമായിട്ട് തെറ്റിപ്പിരിയുന്നുണ്ട്. ഇപ്പോൾ രൂപപരമായ കാര്യം പറയുമ്പോൾ അത് രൂപത്തെ സംബന്ധിച്ച്, ആഖ്യാനത്തെ സംബന്ധിച്ച്, ഫ്രെയിമിനെ സംബന്ധിച്ച് യാതൊരു ശാഠ്യവും പുതിയ കവിതയ്ക്കില്ല. ചിലപ്പം മിനിക്കഥയുടെ രൂപം വരും, ചിലപ്പോൾ അനുഭവ വിവരണം വരും, ഓർമ്മക്കുറിപ്പ് വരും. അപ്പോൾ വൃത്തതാള പ്രാസ പദ്ധതികളിൽ നിന്ന് മാറി ഏറ്റവും പുതിയ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏത് രൂപത്തിനെയും പുതിയ കവിത സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ KR ടോണിയുടെ പ്ലമേനമ്മായി എന്ന് പറയുന്നൊരു കവിതാ സമാഹാരം, കോട്ടയത്തെ ഫിലോമിന അമ്മായി എന്ന ഒരു സ്ത്രീയുടെ, ഒരു വൃദ്ധയുടെ അനുഭവ ലോകത്തിലൂടെ ഉള്ള ഒരു 50 കവിതകളാണ് ഈ പ്ലമേനമ്മയിലുണ്ട്. അത് കവിതയാണോ, നോവലാണോ, തിരക്കഥയാണോ, ചെറുകഥയാണോ, അനുഭവക്കുറിപ്പാണോ, ആത്മകഥയാണോ, ജീവചരിത്രമാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിൽ രൂപത്തെ അത് വിച്ഛേദിക്കുന്നുണ്ട്. ഇപ്പോൾ പഴങ്ങൾ, കുഴൂർ വിൽസൻ്റെ പഴങ്ങൾ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. രാവിലെ നടക്കാനിറങ്ങിയപ്പോഴാണ് കടയിൽ നിന്ന് 2 പഴങ്ങൾ വാങ്ങിത്തന്നു. ഈ പഴം തിന്നപ്പോഴാണ് ഇത് കൃഷി ചെയ്ത കർഷകരിപ്പോൾ എന്തെടുക്കുകയാണോ ആവോ എന്നാലോചിച്ചത്. കർഷകരെ കുറിച്ച് ആലോചിച്ച സമയത്താണ് ഈ നാട്ടിൻപുറത്തെ കർഷകനായ അപ്പനെ ഓർമ്മ വന്നത്. 2 പഴം വേണ്ടി വന്നു ഈ തെറിച്ച വിത്തിന് അതിൻ്റെ കൃഷിക്കാരനെ ഓർമ്മിക്കാൻ എന്ന രീതിയിൽ കഥയുടെയും ഗദ്യാഖ്യാനത്തിൻ്റെയും ഫ്രെയിം സ്വീകരിച്ചുകൊണ്ട് രൂപത്തെ ഏത് രൂപത്തിലേക്കും വരാൻ പാകത്തിൽ പുതിയ കവിത മാറിത്തീർന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഭാഷയിൽ മാറ്റം ഉണ്ടാകുകയാണ്. ഭാഷയിൽ ഓരോ കാലത്തും മലയാള കവിത, അപ്പോൾ ചീരാമൻ്റെ രാമചരിതത്തിലെ ഭാഷയല്ല എഴുത്തച്ഛൻ്റെ ഭാഷ, അതല്ല കുമാരനാശാൻ്റെ ഭാഷ,
അതല്ല പിന്നീട് ആധുനിക കവികളായ ബാലേന്ദ്ര ചുള്ളിക്കാടിൻ്റെ ഒരു ഭാഷ. അങ്ങനെ ഭാഷ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും പുതിയ കവിയുടെ കവിത എന്ന് പറയുന്നത് വളരെ സുതാര്യമായ, വളരെ ലളിതമായി കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, നീ ഒരിക്കലും എന്നേക്കാൾ മുമ്പിലാവാതിരിക്കാനാണ്. ഈ രീതിയിലാണ്. അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, അമ്മ മരിച്ചപ്പോൾ അനാഥനായി. അപ്പം ചുരുക്കത്തിൻ്റെ സൗന്ദര്യശാസ്ത്രമാണ്, അല്ലെങ്കിൽ സൂക്ഷ്മതയുടെ സൗന്ദര്യശാസ്ത്രമാണ് പുതിയ കവിതയിലെ ഭാഷാമാറ്റം, ആഖ്യാനമാറ്റം. പരപ്പിനെ അത് സ്വീകരിക്കുന്നേ ഇല്ല. ചുരുക്കെഴുത്താണ് ഏറ്റവും ചുരുക്കം. ഇപ്പോൾ ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു കവിത ഇങ്ങനെയാണ്: വേവലാതികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയൂന്ന് നീ പഠിപ്പിക്കുന്നു. വേവലാതികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയൂന്ന് നീ പഠിപ്പിക്കുന്നു. അതാണ്. ഇസ്തിരിപ്പെട്ടിയെക്കുറിച്ചുള്ള മറ്റൊരു കവിത ഇങ്ങനെയാണ്: നിന്നെ സുന്ദരനാക്കാനാണ് ഒരു ജന്മം മുഴുവൻ ഞാൻ തീ തിന്നുന്നത്. തീ തിന്നുന്നതിലല്ല എനിക്ക് വിഷമം, നീ പിന്നെയും പിന്നെയും മുഷിയുന്നതിലാണ് എൻ്റെ ഉള്ളു പൊള്ളുന്നത്. തീ തിന്നുന്നതിലല്ല എനിക്ക് വിഷമം, നീ പിന്നെയും പിന്നെയും മുഷിയുന്നതിലാണ് എൻ്റെ ഉള്ളു പൊള്ളുന്നത്. ഇത്തരത്തിൽ ചെറിയ കവിതകൾ, ഇപ്പം SMS കവിതകൾ, വീരാൻകുട്ടിയുടെ SMS കവിതകൾ വളരെ ആഘോഷിക്കപ്പെട്ട ഒരു കവിതാ സമാഹാരമാണ്. നിരഞ്ജൻ്റെ ചെലവ് കുറഞ്ഞ കവിതകൾ. പണ്ടെങ്ങനെയായിരുന്നില്ല, നീണ്ട മഹാകാവ്യങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ, നീണ്ട കവിതകൾ, കുറേ കൂടി നീണ്ട കവിതകൾ, ഇങ്ങനെ വ്യാപ്തിയെയും വൈപുല്യത്തെയും ആഘോഷിച്ചെങ്കിൽ പുതിയ കവികൾ എപ്പോഴും ചെറുതുകളെ, വളരെ സൂക്ഷ്മതയെ ആവിഷ്കരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ കള്ളത്തൊണ്ട, പുതിയ കവിതയിൽ ഇങ്ങനെ കള്ളത്തൊണ്ടുകൾ, കവിതയെന്ന നാട്യമില്ല, ആഹ്വാനഭാവമില്ല. പഴയ കവിതയിലൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാലേന്ദ്ര ചുള്ളിക്കാടിൻ്റെ കവിതയിലൊക്കെ അച്ഛൻ്റെ കാലപുരവാസി കരാറുള്ള രൂപം സ്വപ്നത്തിൽ രാത്രിയുടെ വാതിൽ തുറന്നു വന്നു, മുട്ടം പഠിച്ചും ഉടലാകെ മലമ്പുരണ്ടും വട്ടച്ച കണ്ണുകളിൽ നിന്ന് നിണം ചുരന്തും ബോധങ്ങളൊക്കെ ഒരബോധ തമസമുദ്രം ബാധിച്ച് മുങ്ങിമറിയുമ്പടി താതഭൂതം പ്രേതപ്പെരുമ്പറ മുഴങ്ങും അന്ധനാദത്തിൽ എന്നോട് ഉര ചെയ്തു ദുരന്തവാക്യം. അങ്ങനെയാണ്. അങ്ങനെ കവിത എന്ന് തോന്നുകയായിരുന്നു. ഇന്നത്തെ കവിത എന്ന് തോന്നൂല. ഒരു കള്ളനുണ്ടായിരുന്നു നാട്ടിൽ, ആടിനെ കട്ടു, പീടിക കുത്തി തുറന്നു, പട്ടാപ്പകൽ പോലും വീട്ടിൽ കയറി മോഷ്ടിച്ചു, സഹിക്കവയ്യാതെ ആളുകൾ അവനെ അടിച്ചു കൊന്നു. ഒരു സത്യസന്ധനുണ്ടായിരുന്നു നാട്ടിൽ, പരമസാധു, പരോപകാരി, പുണ്യവാളൻ, സഹിക്കവയ്യാതെ ആളുകൾ അവനെയും അടിച്ചു കൊന്നു. ഇതാണ്. അപ്പോൾ ഇത് കവിത എന്ന് പറയാതെ തന്നെ ജീവിതത്തിൻ്റെ ഒരു അനുഭവഖണ്ഡത്തെ ഉള്ളുരുക്കുന്ന ഭാഷയിൽ തീക്ഷ്ണതയോടുകൂടി അനുഭവത്തെ ആവിഷ്കരിക്കുക. അവിടെ പദമല്ല, അവിടെ കാവ്യാത്മകമായ സ്വരൂപഘടനയല്ല, മറിച്ച് ഒരു അനുഭവത്തെ, ഒരു അനുഭവ രാശിയെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആഹ്വാനങ്ങളൊന്നുമില്ല. പണ്ട് ആഹ്വാനം ഉണ്ടായിരുന്നു. പോരാ നാളിൽ ദൂരെ ഉയരട്ടെ ഭാരതലക്ഷ്മാദേവിയുടെ തൃപ്പതകൾ ആഹ്വാനമാണ്. മനുഷ്യൻ്റെ കൈകൾ, മരിക്കാത്ത കൈകൾ എന്ന ബാലേന്ദ്ര ചുള്ളിക്കാടിൻ്റെ കവിതയിൽ ആഹ്വാനമാണ്. ആഹ്വാനമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആഗസ്റ്റ് 15 എന്ന് പറയുന്ന ശ്രീജിത്ത് അരിയല്ലൂരിൻ്റെ ഒരു കവിത. ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറിയിൽ അടയ്ക്കപ്പെട്ട പതാകകൾ പരോളിലിറങ്ങുന്ന ദിവസം ആഗസ്റ്റ് 15. ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറിയിൽ അടയ്ക്കപ്പെട്ട പതാകകൾ പരോളിലിറങ്ങുന്ന ദിവസമാണ് ആഗസ്റ്റ് 15. ആ രീതിയിൽ പണ്ടത്തെ പോരാ നാളിൽ പണ്ട് പാടിയെങ്കിൽ ഇന്ന് ഈ മട്ടിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യൻ പരമാധികാരത്തെക്കുറിച്ചും ഉള്ള ആലോചനകൾ കവികൾ കവിതയിലൂടെ നടത്തുന്നത്. അങ്ങനെ ആഹ്വാനമൊന്നുമില്ലാതെ ഒരു സവിശേഷം, അതുപോലെ ഒരു അനുഭവത്തിൻ്റെ വാക്കുകളാണ്, അടിസ്ഥാന മനുഷ്യൻ്റെ വാക്കുകളാണ്. കവിത എന്ന് തോന്നുന്ന വാക്കുകളല്ല. ഇലക്ക് ഇല എന്ന് തന്നെ പറയുന്നു, പത്രം എന്നൊന്നും പറയണ്ട, വെള്ളത്തിന് വെള്ളം എന്ന് പറയാം, ജലം എന്ന് പറയണ്ട, ഐഡൻറ്റി കാർഡ് എന്ന് പറഞ്ഞൊരു വാക്ക് അങ്ങനെ വരിക, എവിടെ ലോൺ എന്ന് പറയുന്ന വാക്ക് വരികയാണ്. അങ്ങനെ അനുഭവ പരിസരത്തിലെ ഇംഗ്ലീഷാണോ മലയാളമോ എന്നുള്ള ഒരു വിഷയമല്ല, മറിച്ച് അനുഭവ പരിസരത്തിലെ ഒരു വാക്കുകൾ അങ്ങനെ തന്നെ തെരുവിൽ നിന്നും ഖലികളിൽ നിന്നും ഈ ഇരുട്ടിടങ്ങളിൽ നിന്നും വാക്കുകൾ കവിതയിലേക്ക് വരുന്നു. അതുപോലെ സമസ്ത പദങ്ങളുടെ ഘോഷയാത്രയൊന്നും പുതിയ കവിതയിലില്ല. ശതഭാസ്കര ദീപ്തി ദീപ്തമാം ഗഗനം പോലെ എന്ന് ബാലേന്ദ്ര ചുള്ളിക്കാട് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ പറയുന്നില്ല, നേർക്ക് നേരെയാണ്. ചങ്ങമ്പുഴ കാലിലെ സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക് എന്ന് പറയുന്നുണ്ട്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇപ്പം നേർക്ക് നേരെയുള്ള, ഇപ്പോൾ പ്രദീപ് രാമനാട്ടുകാരുടെ സൗഹൃദം എന്ന് പറഞ്ഞ കവിത, ചത്തവൻ്റെ ചങ്ങാതിയാണ് ഞാൻ, കൊന്നവൻ്റെ സുഹൃത്തും, ചത്തവന് വേണ്ടി കരഞ്ഞും കൊന്നവന് കൈകൊടുത്തും ഒരുവിധം ജീർണിച്ചു പോകുന്നു. ഇങ്ങനെയാണ്.
അപ്പോൾ ഇതിൽ ഒരു സമസ്ത പദങ്ങളൊന്നുമില്ല. ഇതിൽ അർത്ഥം ഡിക്ഷണറി നോക്കി അർത്ഥം മനസ്സിലാക്കേണ്ട കാര്യമില്ല. മറിച്ച് അതിൽ പറയുന്ന ആശയത്തിൻ്റെ പൊരുളിനെ, അല്ലെങ്കിൽ എന്താണ് ആ പൊരുളിൻ്റെ തീക്ഷ്ണതയിലേക്കാണ് ആസ്വാദകൻ്റെ മനസ്സ് സഞ്ചരിക്കുക. അതുപോലെ തന്നെ പരിസരത്തിൻ്റെ ധാരാളം ചിത്രീകരണങ്ങളൊക്കെ പുതിയ കവിതയിൽ വരുന്നുണ്ട്. പുതിയ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാക്കപ്പെടുന്ന കാര്യം അത് അരികുകളെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. ധാരാളം ഇതുവരെ കവിതയിൽ വെളിപ്പെടാത്ത അനുഭവരാശിയാണ് ഈ കവിത. ഇപ്പോൾ ചെരുപ്പ് എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താവുന്നു, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിങ്ങൾക്കുള്ളതെന്ന് പുറത്തു വരുമ്പോഴൊന്ന് ദയവ് ചെയ്ത് പറഞ്ഞു തരണേ. അതാണ് ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താവുന്നു, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിങ്ങൾക്കുള്ളതെന്ന് പുറത്തു വരുമ്പോഴൊന്ന് പറഞ്ഞു തരണേ. പി സുരേന്ദ്രൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിത ഇങ്ങനെയാണ്. പുഴു എന്നാണ് കവിതയുടെ പേര്. ഞാനിങ്ങനെ അരിച്ചരിച്ചരിച്ച് നീങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പുച്ഛവും നിന്ദയും വെറുപ്പും മറപ്പും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. പക്ഷെ നോക്കിക്കോ, ഞാനൊരു ചിത്രശലഭമായി തിരിച്ചു വരും. ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ അനുഭവഖണ്ഡത്തെ, നമ്മൾ ഇതുവരെ കാണാത്തൊരു ലോകത്തെ, ഇരുട്ടിടങ്ങളെ, മാറ്റി നിർത്തപ്പെട്ട സ്ഥലികളെയൊക്കെയാണ് പുതിയ കവിതയിൽ ഇങ്ങനെ വളരെ ലളിതമായി, വളരെ സരളമായി, എന്നാൽ പ്രഹരശേഷിയോടുകൂടി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ സ്ത്രീ ജീവിതത്തെക്കുറിച്ച്, ദളിത് ജീവിതത്തെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച് ഒക്കെയും പുതിയ കവിതയിൽ പല മട്ടിലുള്ള ആവിഷ്കാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സ്ത്രീ ജീവിതത്തെക്കുറിച്ച് കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു ചെറിയ കവിതയുണ്ട്. ചേട്ടാ ഞാനിന്നൊരു ചെടി നട്ടു, അയാൾ അതിൻ്റെ തടം നനച്ചു. ചേട്ടാ ഞാനിന്നൊരു പുതിയ കറി വെച്ചു, അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു. ചേട്ടാ ഞാനിന്നൊരു കവിത എഴുതി, അന്ന് ആ വീട്ടിലെ സ്റ്റൗ പൊട്ടിത്തെറിച്ചു. അപ്പോൾ പൂച്ചെടി നടേണ്ടതും അതുപോലെ തന്നെ പാചകം ചെയ്യേണ്ടതും സ്ത്രീകളുടെ ജോലിയാണെന്നും കവിത എഴുത്ത് പോലുള്ള ആത്മാവിഷ്കാരങ്ങളിലേക്ക്, സ്വാതന്ത്ര്യങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്നും നിശ്ചയിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ കുടുംബഘടനയെയാണ്, ആണധികാരത്തിൻ്റെ കുടുംബഘടനയെയാണ് വാസ്തവത്തിൽ ഈ കവിത വളരെ വിമർശനാത്മകമായ ഒരു സ്ഥാനത്ത് നിർത്തി പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീജിത്ത് അരിയലിൻ്റെ ഒരു കവിതയുണ്ട്, പേര് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. സോപ്പിന് പേര് ചന്ദ്രിക, ചന്ദനത്തിരിക്ക് പേര് സന്ധ്യ, അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺ പേര് തന്നെ ശരണം. അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺ പേര് തന്നെ ശരണം. അങ്ങനെ എത്രയോ കവിതകളിലൂടെ സ്ത്രീയുടെ ആന്തരിക ലോകത്തെ, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന കാവ്യാവിഷ്കർത്താക്കൾ ഇത്തരം കവിതകൾ, നിരവധി കവിതകൾ പുതിയ കാലത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അരുക്കായിപ്പോയ മനുഷ്യന്മാരെക്കുറിച്ചുള്ള ആദിയും ആന്തലും കരുതലും ചേർത്ത് നിർത്തലും പുതിയ കവിതയിൽ എത്ര വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കാക്കച്ചി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഒരു ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ചു പിറകെ വരരുതേ, ഒരു മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിണയിൽ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ പാട് നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ. ഒരു ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ചു പിറകെ വരണ്ട, ഒരു മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിണയിൽ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ പാട് നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ. വീരാൻകുട്ടിയുടെ കവിതയാണിത്. അപ്പം വൈലോപ്പള്ളിയുടെ കാക്കയിൽ നിന്ന് വീരാൻകുട്ടിയുടെ കാക്കയിലെത്തുന്ന സമയത്ത് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. കാക്കയെ നോക്കിക്കൊണ്ടാണ് വൈലോപ്പള്ളി പറഞ്ഞത്, കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റതോഴി, ചീത്തകൾ കൊത്തിവലിക്കുകയിലും ഏറ്റവും വൃത്തി വെടിപ്പെടുന്നോൾ, കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യം എന്നറിവോൾ എന്ന് കാക്കയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് കാക്കയെ നിരീക്ഷിക്കണം. ഇവിടെ ഈ കവിതയിൽ, കാക്കച്ചി എന്ന കവിതയിൽ കാക്ക തന്നെ പറയുകയാണ്, ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ച് പിറകെ വരണ്ട, കാരണം ഒരു മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിണയിൽ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ പാട് നെഞ്ചിലിപ്പോഴുമുണ്ട് ഉണങ്ങാതെ. ഈ കാക്കയുടെ കഥ, ആത്മകഥ എല്ലാ മാർജിനലൈസ് ചെയ്യപ്പെട്ട, അരുക്കാക്കപ്പെട്ട എല്ലാ മനുഷ്യന്മാരുടെയും ആത്മകഥയായിട്ട് ഈ കവിത മാറിത്തീരുകയാണ്. അതുപോലെ പ്രണയത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും സുഹൃത്ബന്ധങ്ങളെക്കുറിച്ചും ഒരുപാട് തലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന കവിതകളൊക്കെ പുതിയ കാലത്തുണ്ട്. ഇപ്പം നീ മരിച്ചാൽ എന്നറിയാം കവിത. നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെ ദൂരെ ദൂരെയുള്ള നിൻ്റെ വീട്ടിലെത്തണമെന്നില്ല, എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല, തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല, കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. അങ്ങനെ ബന്ധത്തെക്കുറിച്ച്, ആഴമുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതപ്പെട്ട, ഒരിക്കൽ പെയ്താൽ മതി
ജീവിതകാലം മുഴുവൻ ചോർന്നൊലിക്കാൻ. അങ്ങനെ ഒരു കവിത. ഒരിക്കൽ പെയ്താൽ മതി പ്രണയമഴ, ഒരിക്കൽ പെയ്താൽ മതി ജീവിതകാലം മുഴുവൻ ചോർന്നൊലിക്കാൻ. അതുപോലെ മറ്റൊരു കവിത, ജനിക്കുന്നെങ്കിൽ പുസ്തകത്തിൻ്റെ നടുപ്പേജായി തന്നെ ജനിക്കണം, ആരെങ്കിലും കീറിക്കൊണ്ടുപോയാലും ഒന്നിച്ചിരിക്കാമല്ലോ. ജനിക്കുന്നെങ്കിൽ പുസ്തകത്തിൻ്റെ നടുപ്പേജായി തന്നെ ജനിക്കണം, ആരെങ്കിലും കീറിക്കൊണ്ടുപോയാലും ഒന്നിച്ചിരിക്കാമല്ലോ. അതുപോലെ മറ്റൊരു കവിത, ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. അതുപോലെ ടി പി രാജീവൻ്റെ ഒരു കവിതയുണ്ട്, ഞാനൊരു ദൈവമായിരുന്നെങ്കിൽ മറ്റൊരു ദൈവത്തെ സൃഷ്ടിച്ച് എൻ്റെ എല്ലാ പണികളും അയാളെ ഏൽപ്പിച്ച് നിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കും. ഞാനൊരു ദൈവമായിരുന്നെങ്കിൽ എൻ്റെ ശക്തി ഉപയോഗിച്ച് മറ്റൊരു ദൈവത്തെ സൃഷ്ടിച്ച് എൻ്റെ എല്ലാ പണികളും അയാളെ ഏൽപ്പിച്ച് നിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കും. ഇങ്ങനെ പല തലങ്ങളിലുള്ള മനുഷ്യജീവിതങ്ങളെ കോർത്തിണക്കുന്ന സാധാരണമായ ഒരു പൂക്കാലമാണ് പുതിയ കവിതയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പല ഉത്തരങ്ങളിലേക്ക്, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമല്ല, പല കോണുകളിൽ നിന്ന് സത്യം പലത് എന്നൊക്കെ പറഞ്ഞ പോലെ പല സത്യങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഈ കവിതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിശദീകരിക്കുന്ന ഒരു കവിതയുണ്ട്, ഒരു ചോദ്യം ആറുത്തരം. ജോയ് വടക്കുംപാടൻ എന്ന തൃശ്ശൂർക്കാരനായുള്ള കവിയുടെ കവിതയാണ്. ശരി ഉത്തരത്തിന് ഈന്തൽപ്പഴം, തെറ്റിയാലോ ചൂരൽപ്പഴം, കൈപ്പത്തിയിൽ വിരലുകളെത്ര, അങ്കുലികളിൽ അഞ്ചിൽ അഞ്ചുമുള്ള അഞ്ചല് ചാടി എഴുന്നേറ്റു 5, അങ്കുലികളിൽ അഞ്ചിൽ അഞ്ചുമുള്ള അഞ്ചല് ചാടി എഴുന്നേറ്റു 5, ഒന്ന് കുറവുള്ള ലീല 4, ഒന്ന് കൂടുതൽ അഷ്റഫ് 6, എൻഡോസൾഫാനെ പഴിച്ച് മുകേഷ് 3 രേഷ്മ 2, സാരിത്തലപ്പ് കൊണ്ട് കൈത്തലം മറച്ച ടീച്ചർ 1, വിരലില്ലാത്ത വീരാൻകുട്ടി ഉത്തരം പറഞ്ഞില്ല. അനുഭവമാണല്ലോ ഓരോരുത്തർക്കും അവരവരുടെ ശരി ഉത്തരങ്ങൾ. ഇങ്ങനെ ഓരോ ജീവിതത്തിൽപ്പെട്ട ആളുകളുടെയും അവളവളുടെ ശരിയുത്തരങ്ങൾ, അതത് ജീവിതത്തിൻ്റെ ശരികൾ പറഞ്ഞ് ചരിത്രത്തെ അമ്പരപ്പിക്കുന്ന, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ ചരിത്രമല്ല, അങ്ങ് മേലെ നിന്ന് താഴോട്ടേക്കില്ല, ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്ന ഔദ്യോഗിക ചരിത്രമല്ല, മറിച്ച് ആനുഭൂതികമായി ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ പൊരുളിനെ, സത്യത്തെ, തീക്ഷ്ണമായ യാഥാർത്ഥ്യത്തെ, അതിൻ്റെ സത്യത്തെയാണ് ഈ കവിതകൾ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു വസന്തകാലം മലയാള കവിതയിൽ വന്നിട്ടുണ്ട്. ലളിതമാണ്. ഇപ്പോൾ പാഠമൊന്ന് ചക്ക എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ഓണപ്പരീക്ഷയ്ക്ക് വലിയ പഴമേതെന്ന ചോദ്യത്തിന് ചക്കരമുത്ത് ചക്ക എന്നെഴുതി, കുടുംബ നിലവാരത്തിന് ചേരാത്തതിനാൽ മമ്മി തല്ലി ചേച്ചി പിച്ചി. കൊല്ലപ്പരീക്ഷയ്ക്ക് ആപ്പിൾ എന്ന് തിരുത്തി, 1 മാർക്കിന് A+ നഷ്ടമായ ചക്കരമുത്ത് അടുക്കളക്കിണറിൻ്റെ ആഴം കണ്ടു. മുറ്റത്തെ പൊട്ടൻപ്ലാവിനെ വട്ടം ചുറ്റി മമ്മിയും ചേച്ചിയും പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ചക്കയ്ക്ക് ആദ്യ ചുംബനം, ചക്കരമുത്തിനോ അന്ത്യചുംബനം. പുതു കവിതയെ സംബന്ധിച്ച് കവികൾ തന്നെ ചില ദർശനങ്ങൾ അവരുടെ കവിതകളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് കവിതയെ പുതിയ ആവിഷ്കരണ മാധ്യമം എന്ന രീതിയിൽ കവികൾ കാണുന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്ന ചില ആശയങ്ങൾ ഈ കവിതകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഉദാഹരണമായി രേഖ മാധവങ്കലത്തിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്. കവിതയുടെ പേര് കവിത എന്ന് തന്നെയാണ്. ശ്വാസനാളത്തിൽ അന്നം കുടുങ്ങുന്നത് പോലെ ഇടനെഞ്ചിൽ വാക്കുകൾ അടഞ്ഞു പോകുമ്പോൾ പ്രാണൻ പിടഞ്ഞ് ഉടൽ കുടഞ്ഞുള്ള ഒരു തുമ്മലാണ് എനിക്ക് കവിത. ശ്വാസനാളത്തിൽ അന്നം കുടുങ്ങുന്നത് പോലെ ഇടനെഞ്ചിൽ വാക്കുകൾ അടഞ്ഞു പോകുമ്പോൾ പ്രാണൻ പിടഞ്ഞ് ഉടൽ കുടഞ്ഞുള്ള ഒരു തുമ്മലാണ് എനിക്ക് കവിത. കവിതയെ അതിൻ്റെ എല്ലാ കാൽപ്പനിക ഭാരത്തിൽ നിന്നും ഇങ്ങനെ വിമോചിപ്പിക്കുന്ന ഒരു കാവ്യ നിർവചനമായി തീരുന്ന രചനയാണ് വാസ്തവത്തിൽ ഇത്. ശ്വാസനാളത്തിൽ അന്നം കുടുങ്ങുന്നത് പോലെയാണ് ഇടനെഞ്ചിൽ വാക്കുകൾ അടഞ്ഞു പോകുന്നത് എന്ന് കവിത പറയുന്നു. അതൊരു സ്ത്രീയുടെ വചനമാകുമ്പോൾ അതിന് അർത്ഥങ്ങളുടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കൈവരികയും ചെയ്യുന്നു. പുരുഷാധികാര കേന്ദ്രിത പ്രപഞ്ചബോധത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു സാംസ്കാരിക പരിതോവസ്ഥയിലെ സ്ത്രൈണാനുഭവ സത്യം അനുഭവിക്കുന്ന സകല വിങ്ങലുകളും ആ കൽപ്പനയിൽ നിലീനമായി കിടപ്പുണ്ട്.
അപ്പോൾ അത് ഒരു പ്രത്യേക രീതിയിൽ അത്തരത്തിലൊരു ആശയം ഷീന KP എന്ന കവിയുടെ കവിതയിൽ വരുന്നുണ്ട്. കറിക്കഷ്ണങ്ങളോടൊപ്പം കവിതയും വെന്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഉപ്പും എരിവും പുളിയും പാകത്തിനില്ലാത്ത കറി പോലെ ഒരു കവിത. കവിത എന്നാണ് ഈ കവിതയുടെ പേര്. കറിക്കഷ്ണങ്ങളോടൊപ്പം കവിതയും വെന്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഉപ്പും എരിവും പുളിയും പാകത്തിനില്ലാത്ത കറി പോലെ ഒരു കവിത. സ്ത്രീ എഴുതുമ്പോൾ സ്വന്തം പരിസരം എങ്ങനെ എഴുത്തിൻ്റെ തുടർച്ചയും വിടർച്ചയും ഒക്കെ ആയിത്തീരുന്നുവെന്ന് ഈ കവിതയും വെളിപ്പെടുത്തുന്നു. വൈയക്തികവും സാമൂഹികമായ അനുഭവരാശികൾ ഒരേ സമയം എപ്രകാരം ലളിതമായും സങ്കീർണമായും രചനയിൽ പുതുകാവ്യ സമ്പ്രദായങ്ങളിൽ ചേരുവയായി മാറുന്നു എന്നും നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുപോലെ PP രാമേന്ദ്രൻ്റെ ഒരു കവിതയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലെ കവിത എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. പ്രഭാത സവാരിക്കിടയിൽ 1-ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒപ്പം പഠിച്ചവനെ കണ്ടുമുട്ടി. നരച്ച തലചൊറിഞ്ഞ് മുതുക് വളഞ്ഞ് മഞ്ഞപ്പല്ല് കാട്ടി ഇളിഞ്ഞ് വഴിമാറിത്തന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പൊന്തയിൽ നിന്ന് കാലിക്കുപ്പികളെടുത്ത് ചാക്കിലിടുന്നു. ഇന്ന് അവൻ പാതയിലെ പെറുക്കി, ഞാൻ ഭാഷയിലെയും. ഇന്നവൻ പാതയിലെ പെറുക്കി, ഞാൻ ഭാഷയിലെയും. പാതയിലെ തെണ്ടിയും ഭാഷയിലെ തെണ്ടിയും തമ്മിൽ പദവി മൂല്യത്തിൽ വ്യത്യാസം സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും ആ ശ്രേണീകരണത്തിൽ യാതൊരു കഴമ്പുമില്ലെന്ന് സവിശേഷമായ തിരിച്ചറിവ് പുതുകാവ്യ ലോകത്തിൽ എമ്പാടും ഈ മട്ടിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ പല കവികളും ഈ തരത്തിൽ കവിതയെ സ്വയം വിലയിരുത്തിയിട്ടുണ്ട്. നിരഞ്ജൻ്റെ ഒരു കവിത വളരെ രസകരമായിട്ടുള്ളൊരു കവിതയുണ്ട്. പണ്ടത്തെ കവിത എഴുത്ത് കുറച്ച് മെനക്കേടായിരുന്നു. ഭാഷയുടെ കൽപ്പവൃക്ഷത്തിൽ കയറി ഇരുന്ന് മേടി വൃത്തിയായി വെട്ടി മെല്ലെ മെല്ലെ ഊറി വന്ന് കുടം നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് അങ്ങനെയായിരുന്നു പണ്ട് ഏർപ്പാട്. ഇപ്പോൾ രീതി പാടെ മാറ്റി അനുഭവങ്ങൾ കലക്കി വെച്ച് തന്നെയായിരുന്നു പുളിക്കാൻ വെച്ചത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് മനസ്സിലിട്ട് ചൂടാക്കി ബാഷ്പീകരിക്കുന്നതൊക്കെ അപ്പോൾ തണുപ്പിച്ച് തുള്ളിയായി ഈയിടെയായി ട്യൂബിൽ നിന്ന് നേരിട്ടാണ് എഴുത്ത്. ഇതാണ് നിരഞ്ജൻ്റെ കവിതയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ്. പണ്ടത്തെ കവിത എഴുത്തിനെയും ഇപ്പോൾ രീതി മാറ്റിയ എഴുത്തിനെയും കള്ള് ചെത്തലിനെയും വാറ്റുചാരായ നിർമ്മാണത്തെയും ചേർത്ത് വെച്ച് പറഞ്ഞതിൽ നർമ്മം മാത്രമല്ല കാവ്യധർമ്മത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൂടിയുണ്ട്. ഓരോ കാലത്തിൻ്റെയും ചരിത്രപരമായ ആവശ്യകതയാണ് ഓരോ കാവ്യ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിയാധാരമെന്ന് നമുക്കറിയാം. ജീവിതം മാറുമ്പോൾ കവിതയും മാറും. മനുഷ്യജീവിതം തന്നെയാണ് സാഹിത്യമെന്ന് യശ്പാൽ ഒരിക്കൽ പറഞ്ഞത് ഇവിടെ ഓർമ്മിക്കാവുന്നതാണ്. PP രാമേന്ദ്രനെ മറ്റൊരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ നിങ്ങളാകെ എത്ര ജീവി. ഒരു കവിതയുടെ അവസാനം, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയുടെ അവസാനമാണിത്. ഈയിടെയായി ട്യൂബിൽ നിന്ന് നേരിട്ടാണ് എഴുത്ത് എന്ന് നിരഞ്ജനും ഏറ്റവും പുതിയ സാങ്കേതികതയെ കൂടി രചന മർമ്മമാക്കുന്നത് നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ കവിതയെ സംബന്ധിച്ചുള്ള പല ആലോചനകളും കവിതയിലൂടെ തന്നെ കവികൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ശങ്കരൻ കോറോമിൻ്റെ ഒരു കവിതയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എത്ര ചെറുത്താലും ജീവിതം കവിതയിലേക്ക് കയറി വരും. മറുവാക്കുകൾ, കാപട്യങ്ങൾ, അതിജീവനം, ദീനതകൾ സൂക്ഷിക്കുക എന്ന് ഓരോ ജീവിതവും പറഞ്ഞുകൊണ്ടേയിരിക്കും. അരുത് എന്ന് വഴിമാറുമ്പോൾ ശാസിച്ചുകൊണ്ടിരിക്കും. കരഞ്ഞു കലങ്ങിയ ഒരു കുഞ്ഞുമുഖം ഓരോ വരി എഴുതുമ്പോഴും മുന്നിൽ കയറി നിൽക്കും. അതാണ് ജീവിതം എങ്ങനെയാണ് വളരെ പ്രഹരശേഷിയോടുകൂടി കവിതയിലേക്ക് കടന്നു വരുന്നത് എന്ന് ശങ്കരൻ കോറം ഇവിടെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ AC ശ്രീഹരിയുടെ ഒരു കവിതയിൽ ഇങ്ങനെയാണ്. കവിതയിൽ ഒരു വാക്കെങ്കിലും കേൾക്കണേ, അർത്ഥമുള്ള ഒരു വരിയെങ്കിലും കാണണേ, എന്നൊന്നും നോക്കാതെയാണ് താളുകൾ മറിക്കുന്നത്, ആളുകൾ തടിച്ചുകൂടുന്നത്. എങ്കിലും ഉണ്ടാകും ധ്വനിസാന്ദ്രമായ വാക്കുകൾ, അർത്ഥഗർഭമായ വരികൾ, കുതറിയോടുന്നത്, ചിതറി വീഴുന്നത്, ഇനി ഇഴയുമെന്ന് പ്രതീക്ഷിച്ചവ പറന്നു നടക്കുന്നത്, മയങ്ങുമെന്ന് കരുതിയവ ഉണർന്ന് എഴുന്നേൽക്കുന്നത്, ഉണ്മകൾ കണ്ട് കേട്ട് കണ്ണിറയും, ഇത്തവണ കാണായി കേൾക്കായി അനശ്വര കവിതയിൽ പോലും ഇല്ലാത്തവ, കവിയെ കവിയുന്ന ഇച്ഛകൾ, വായനയെ രചനയാക്കുന്ന വിദ്യകൾ, പൂരിപ്പിക്കാനുള്ള മൗനങ്ങൾ, കലഹിക്കാനുള്ള ബഹളങ്ങൾ, കവിത അച്ചടിയുടെ വടിവിനും വായനയുടെ വിടവിനും ഇടയിലൂടെ പൂത്തു നിൽക്കുന്നു. നാട്ടുമൊഴികളിൽ, കേട്ടുകേൾവികളിൽ, പച്ചമലയാളം ബ്ലോഗുകളിൽ എന്ന് കവിതയുടെ പുതിയ മാറ്റത്തെ AC ശ്രീഹരിയും അടയാളപ്പെടുന്നു. പാരഡി സ്വന്തം കവിതയുടെ സുപ്രധാന സമീപന രീതിയായി കൊണ്ടു നടക്കുന്ന ശ്രീഹരി സംക്ഷിപ്തമായി പുതിയ
കവിതാഭാവുകത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. പുതുകവിതയ്ക്ക് ആളുകളില്ല എന്ന് വിലപിക്കുമ്പോഴും ആളുകളുള്ള പുതുകവിതയെ ആളുകൾ തടിച്ചുകൂടി സ്വീകരിക്കുന്നത് നമ്മുടെ സമകാലിക അനുഭവമാണ്. ശ്രീഹരിയുടെ തന്നെ എവിടെ ലോൺ എന്ന കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ എവിടെ ജോണിനോളം തന്നെ ജനകീയമായി തീർന്ന സംരംഭമാണ് എന്ന് നമുക്കറിയാം. മേൽക്കൊടുത്ത പാഠം 2 കവിത എന്ന കവിത വീരാൻകുട്ടിയുടെ കാവ്യരീതി ആരംഭിച്ച് കവിതാ വായനക്കാരുടെ ഭാവുകത്വ മാറ്റത്തിലൂടെ പുതുകവിതയുടെ പ്രത്യേകത പറഞ്ഞ് അതിൻ്റെ പുതിയ ഇടങ്ങളായ സോഷ്യൽ നെറ്റ്വർക്കിലെ ഇടപെടലിനെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ KR ടോണിയുടെ ഒരു കവിത ഇങ്ങനെയാണ്: കവിതയ്ക്ക് തീരെ കനമില്ലെന്ന് ചങ്ങാതി പറഞ്ഞു, കവിതയിൽ ഞാനൊരു കല്ലെടുത്തു വെച്ചു, ആ കല്ലിൽ തട്ടി നിരൂപകൻ വീണു. ജോർജ് ഏട്ടൻ കൃഷിപ്പണി നിർത്തിയ ശേഷം പ്ലമേനമായി എന്നെക്കൊണ്ട് അരി വാങ്ങിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ അവർ പറഞ്ഞു, നീ ഈ അരി എവിടുന്നാ വാങ്ങിച്ചേ? നാഴിക്കൊരു കല്ല, അവൻ്റെ അപ്പന് തിന്നാൻ. ഞാൻ കല്ലെടുത്ത് കളഞ്ഞു. ഇങ്ങനെ കവിതയുടെ മുൻകാലത്തെ ഭാരങ്ങൾ സമ്പൂർണ്ണമായും തല്ലിക്കൊഴിക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് പുതിയ കാലത്തെ കവികൾ കാവ്യരചനയും കാവ്യവായനയും ഒക്കെ കാണുന്നത്. സത്യേന്ദ്രൻ പുൽക്കാവിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്: സുഹൃത്തെ, എൻ്റെ കവിത കൊണ്ട് നീ കഞ്ഞി വെക്കുന്നത് എന്തിന്? അയൽക്കാരൻ്റെ നീരസത്തിൽ വിളറിയതാണ് അവ, കാമുകിയുടെ പ്രതികരണത്തിൽ പതറിയതാണ് അവ. അദൃശ്യനായ ദൈവത്തോട് യാചിച്ച് യാചിച്ച് നാണം കെട്ടതാണ്, കൊടുങ്കാറ്റുകളെ ധ്യാനിച്ച് ധ്യാനിച്ച് കാത്തിരുന്നതാണ്. നിനക്കൊരിക്കലും അത് ദഹിക്കില്ല, നിനക്കൊരിക്കലും അത് ദഹിക്കില്ല. ദഹിക്കില്ല എന്ന വാക്കിലെ ധ്വനി പുതുകവിതയ്ക്കെതിരെ നിലകൊള്ളുന്നവരുടെ സ്തംഭിച്ചു പോയ ഭാവുകത്വത്തിലേക്ക് എത്തുന്നു. രൂപപരമായി യാതൊരു ശാഠ്യവുമില്ലാത്ത ഗദ്യഭാഷയുടെ സാന്ദ്രതയിൽ സക്രിയമാകുന്ന സൂക്ഷ്മതയുടെയും ആഴത്തിൻ്റെയും സൗന്ദര്യം വെളിപ്പെടുത്തുന്ന കള്ളത്തൊണ്ടയോ വാചാടോപമോ ഇല്ലാത്ത ആഹ്വാനഭാവമോ കവിയെന്ന നാട്യമോ ലവലേശമില്ലാത്ത അനുഭവ പരിസരത്തിലെ വാക്കുകൾ അതിൻ്റെ ജൈവികതയിൽ പ്രയോഗിക്കുന്ന, സമസ്ത പദങ്ങളുടെ ഘോഷയാത്രയെ തിരസ്കരിക്കുന്ന, പരിസര ചിത്രീകരണം ഫലപ്രദമായി നിർവഹിക്കുന്ന, പുതിയ സാങ്കേതിക ലോകത്തെ കൂടി സ്വാംശീകരിച്ച് മുന്നേറുന്ന പുതുകവിത ദഹിക്കാത്ത വരേണ്യബോധത്തിനോടുള്ള കലഹമാണ് സത്യത്തിൽ സത്യേന്ദ്രൻ പുൽക്കാവിൻ്റെ ഈ കവിത. മുഖ്യധാരാ ബോധത്തോട് തോറ്റുകൊണ്ടിരിക്കുമ്പോഴും ഏതോ വലിയ വിപ്ലവത്തെ അത് ധ്യാനിച്ചിരിക്കുന്നു. പൊതുമണ്ഡലത്തെ അത് തീവ്രമായി നിഷേധിച്ച് മുന്നേറുന്നു. നിക്കനോർ പാറയുടെ ആ സുപ്രസിദ്ധമായ കവിത യുവകവികളോട് ഇവിടെ നമ്മൾ സത്യത്തിൽ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: സച്ചിദാനന്ദൻ്റെ വിവർത്തനമാണ് ഇത്. നിങ്ങൾക്ക് തോന്നുംപടി എഴുതുക, നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ശൈലിയിലും എഴുതുക. ഒരു വഴി മാത്രമാണ് ശരിയെന്ന് ഇനിയും വിശ്വസിക്കാനാവില്ല. പാലത്തിനടിയിലൂടെ അത്രയേറെ രക്തം ഒഴുകിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. കവിതയിൽ എല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യവസ്ഥ മാത്രം: ഒഴിഞ്ഞ പേജിൽ മുന്നേറണം. കവിതയിലെല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നു, ഒരു വ്യവസ്ഥ മാത്രം: ഒഴിഞ്ഞ പേജിൽ മുന്നേറണം. പുതുകവിത സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്സവമാണ്. കടലിനെ പോലെ അത് ഒരനുഭവത്തെയും തള്ളിക്കളയുന്നില്ല. എന്തും ഏതും എങ്ങനെയും കടന്നു വരാവുന്ന പുതുകവിതയുടെ രചനാ പരിസരത്തെ വ്യക്തമാക്കുന്ന എൻ പ്രഭാകരൻ്റെ ഒരു കവിത കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കവിത ഇങ്ങനെയാണ്: വന്നു കയറിയ കവിതകളോട് ഞാൻ ആരെന്നും എന്തിനൊന്നും ചോദിച്ചില്ല. വന്നു കയറിയ കവിതകളോട് ഞാൻ ആരെന്നും എന്തിനൊന്നും ചോദിച്ചില്ല. ദിക്കും ദിശയും തിരക്കിയില്ല. ചിലപ്പോൾ അവ ജീർണിച്ച തെരുവിൽ നിന്ന് ജടകെട്ടിയ തലയും കീറിപ്പറഞ്ഞ വേഷവുമായി കുളിക്കാതെ പല്ലു തേക്കാതെ കയറി വന്നു. ചിലപ്പോൾ പൊള്ളുന്ന പോർനിലങ്ങളിൽ നിന്ന് ചോരയൊലിക്കുന്ന ഉടലുമായി, ചിലപ്പോൾ വിഷാദരോഗിയുടെ മുറിയിൽ നിന്ന് വിങ്ങുന്ന ഹൃദയവുമായി, ചിലപ്പോൾ ജയിലിൽ നിന്ന്, സംഗീത സദസ്സിൽ നിന്ന്, ആത്മാവിലെ ചതുപ്പിൽ നിന്ന്, സുഗന്ധോദ്യാനങ്ങളിൽ നിന്ന്, പഴയ പൈക്കപ്പലുകളിൽ നിന്ന്, ഒഴുകി അകലുന്ന പക്ഷിത്തൂവലുകളിൽ നിന്ന്, മരണക്കിടക്കയിൽ നിന്ന്. ഒരിക്കലും ഞാൻ തടസ്സം പറഞ്ഞില്ല. ഒന്ന് മാത്രം അപേക്ഷിച്ചു: ദയവായി കളവ് പറയരുത് എന്നോടും ഈ ലോകത്തോടും. ഒരിക്കലും ഞാൻ തടസ്സം പറഞ്ഞില്ല. ഒന്ന് മാത്രം അപേക്ഷിച്ചു: ദയവായി കളവ് പറയരുത് എന്നോടും ഈ ലോകത്തോടും. കവിത ഇവിടെ മനുഷ്യനും അവൻ്റെ അന്തമില്ലാത്ത അനുഭവങ്ങൾക്കും പകരം നൽകുന്നു. ആളുകളിൽ നിന്ന് നീ മുഖം തിരിക്കരുത്, പൊങ്ങച്ചം കാണിച്ച് ഭൂമിയിൽ നടക്കുകയും അരുത് എന്ന ഖുർആൻ വചനം ഓർമ്മ വരുന്നു. ആളുകളിൽ നിന്ന് മുഖം തിരിക്കാത്ത, പൊങ്ങച്ചം കാണിച്ച് ഭൂമിയിൽ നടക്കാത്ത പുതുകവിത ഇരമ്പുന്ന ജനസംസ്കൃതിയെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സദാ സന്നദ്ധമാണ്. മിഖായൽ ഭക്തിൻ സങ്കല്പിച്ച ഒരു കാർണിവലാണ് സത്യത്തിൽ ഇന്ന് പുതുകവിത. പലതരം ശബ്ദങ്ങളും പലതരം ബന്ധങ്ങളും വൈരുദ്ധ്യങ്ങളും വൈരൂപ്യങ്ങളും പരിഹാസങ്ങളും ചോദ്യം ചെയ്യലുകളും നിറഞ്ഞ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലവും പുതിയ കാലത്തെ കവിതയിൽ ഇടം തേടിയെത്തുന്നു. കവിതയുടെ ജീവിതത്തിൻ്റെ ചുരുക്കപ്പേരായിത്തീരുന്നു. മനുഷ്യാനുഭവങ്ങളുടെ
പെരുക്കപ്പട്ടികകളായിത്തീരുന്നു. അത്ഭുതങ്ങളും അജ്ഞേയതകളും അഗാധതകളും നിറഞ്ഞ ജീവിതം കവിത ജീവിതത്തോടും അവസാനിക്കാത്ത ചതുരംഗ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് മനുഷ്യ ദുഃഖങ്ങളുടെ കറുത്ത കരുക്കൾ വെച്ച് മികച്ച കളി കളിക്കുന്നു. വേദനയുടെയും അനാഥത്വത്തിൻ്റെയും അവസാനിക്കാത്ത ദുരന്തങ്ങളുടെയും മുൾമുനകളിലൂടെ കടന്നു പോകുന്നവൻ്റെ ചോരയാണ് കവിതയ്ക്ക് മഷിപ്പാത്രം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്ര നേരം എൻ്റെ സംസാരം ശ്രദ്ധിച്ചതിൽ ഒരുപാട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.